നമുക്ക് ഇന്ന് വൈകിട്ട് ചായൻ്റെ ഒപ്പം കാടമുട്ട പുഴുങ്ങി ഫ്രൈ ചെയ്തിട്ട് കഴിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളം ചൂടായി വരുന്നുണ്ട്, കാടമുട്ട ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കാം, വേവിച്ചെടുക്കാം. ഓക്കെ, കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് നമ്മുടെ സിസിൻ്റെ വീട്ടിലുണ്ട് കാടക്കോഴി കേട്ടോ. അവിടെയാണ് ഇപ്പോൾ ഞാൻ കാടമുട്ട വാങ്ങിക്കുന്നത്. കാടക്കോഴി പിന്നെ നാടൻ കോഴികളും ഉണ്ട്. മുട്ട ഞാൻ അവിടെ നിന്ന് വാങ്ങിക്കും, മുട്ട പച്ചക്കറിയൊക്കെ ഇതൊന്നും വെച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ കാടമുട്ടയൊക്കെ ഞാൻ പൊളിച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ പാൻ ചൂടായി ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി കുരുമുളക് പൊടി ഒരു ഇത്തിരി ഇടാം. എരിവ് കൂടുതൽ വേണ്ട, പിള്ളേർക്ക് എരിവ് ഇഷ്ടമല്ല. ഒരു ഇത്തിരി മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഗരം മസാല ഞാൻ പൊടിച്ചതാണ് കേട്ടോ. ഒരു ഇത്തിരി ഇടുന്നുള്ളൂ. ഒരു ഇത്തിരി മുളക് പൊടി. അപ്പോഴേക്കും നമ്മുടെ ചായ താണ്ട് ഇവിടെ നല്ല തിളച്ച് റെഡിയായി കിടപ്പുണ്ട്. അത് അരിച്ചെടുക്കണം. അപ്പോൾ മുളക് പൊടി ഇട്ട് അതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി മുട്ട ഫ്രൈ ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ആയി, നല്ല മണം വരുന്നുണ്ട്. ഓക്കെ, മതി. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മുടെ ചായയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നല്ലൊരു മഴ പെയ്ത് തോർന്നു കേട്ടോ. ഇവിടെ സിറ്റൗട്ടിലൊക്കെ നല്ല കാറ്റുണ്ടായിരുന്നു, അപ്പം സിറ്റൗട്ടിലെല്ലാം വെള്ളമായി. ഓക്കെ, ചായ ഒഴിച്ച് നമ്മുടെ കാടമുട്ട ഫ്രൈ നമുക്ക് കഴിച്ച് നോക്കാം. പാത്തുവിന് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. ടെസ്റ്റ് ചെയ്യുവാണ് കേട്ടോ. ആ, പൊളിയാണോ? അപ്പോൾ എല്ലാവരും കാടമുട്ടയൊക്കെ വാങ്ങിച്ചിട്ട് ഇതേപോലെ ഫ്രൈ ചെയ്ത് കഴിക്കണം കേട്ടോ. ഭയങ്കര ടേസ്റ്റുമാണ്, അതുപോലെ നമുക്ക് ഒരുപാട് ഗുണമുള്ള കാര്യങ്ങളുമാണ്. ഓക്കെ, ടാറ്റാ.